നേതൃത്വത്തിൽ നടന്ന 6ാമത് ധമ്മപദയാത്രയാണ് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ ധമ്മം പ്രചരിപ്പിച്ചുകൊണ്ട് അടൂർ ആനന്ദ ബുദ്ധവിഹാരത്തിൽ നിന്നും ആരംഭിച്ച് മാവേലിക്കരയിൽ അവസാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും നമ്മൾ അത് ക്രമീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പല യാത്രകളെയും കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആ യാത്രകളൊക്കെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാകാം, ചിലരുടെ ശക്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ളതാകാം, അങ്ങനെ മറ്റ് കാരണങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള യാത്രകൾ, അങ്ങനെ നിരവധി യാത്രകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ധമ്മപദയാത്ര അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാകുന്നത് ആ ധമ്മപദയാത്ര നടത്തുന്നത് ആ നടത്തുന്ന വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവരുടെ നന്മയെ കൂടി കരുതിക്കൊണ്ടാണ്. മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാകുന്നു, മറ്റുള്ളവർക്ക് സന്തോഷം, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ധമ്മപദയാത്ര ആരംഭിക്കുന്നത്. ധമ്മപദയാത്രയിലുടനീളം സുഖി ഹോന്തു സുഖി ഹോന്തു എന്ന് നമ്മൾ ഉച്ചരിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ മംഗളം ഭവന്തു, മറ്റുള്ളവർക്ക് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ധമ്മപദയാത്ര തുടങ്ങുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് പറയുവാൻ കഴിയുന്നത്, എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ആനന്ദ വിഹാരത്തിന്റെ സെക്രട്ടറി മധു, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ധമ്മപദയാത്ര ആരംഭിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തിയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ധമ്മപ്രഭാഷണം നടത്തിയ സംഘശീല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ധമ്മപദയാത്ര നയിക്കുന്നത്? നമ്മൾ ധമ്മപദയാത്ര നയിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. ഉള്ളിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഉള്ളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, സിമ്പിളായിട്ട് പറയാൻ കഴിയും, നമ്മുടെ ഉള്ളിലേക്ക് പോകാം. പക്ഷേ അവിടേക്ക് പോകണമെങ്കിൽ എത്രമാത്രം കഠിനമാണ് എന്നുള്ളത് നമ്മൾ അത് പരിശീലിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോ അത്തരമുള്ള ഒരു യാത്ര, ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ 1 മാസക്കാലമായി ഈ യാത്ര നയിക്കുന്ന ആർച്ചൽ ബാബുവിന്റെ നേതൃത്വത്തിൽ എന്റെ സംഘാംഗങ്ങൾ നടത്തുകയായി. അതിനുവേണ്ടിയുള്ള ധ്യാനം, അതിനുവേണ്ടി മനസ്സിനെ രൂപപ്പെടുത്തൽ, മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യമാക്കി മനസ്സിനെ പാകപ്പെടുത്തൽ, അതിനുള്ള വിത്ത് അവിടെ വിതച്ചുകൊണ്ട് കഴിഞ്ഞ 1 മാസക്കാലത്തെ തീവ്ര പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ധമ്മപദയാത്ര ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, മഴ പൊഴിയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ മധു സൂചിപ്പിച്ചതുപോലെ സംഘശീല ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ധമ്മം മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പുമ്പോൾ, അത് വിളമ്പാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ധമ്മം നിറയണം, നിറഞ്ഞു തുളുമ്പണം. അങ്ങനെ നിറഞ്ഞു തുളുമ്പുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് വിതരണം ചെയ്യാൻ കഴിയൂ. മനസ്സ് കാലിയാണെങ്കിൽ, മനസ്സിനകത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കത് വിളമ്പാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ മാനസികമായി അതിന് തയ്യാറെടുക്കണം. അങ്ങനെ നിങ്ങളൊരു പരിശീലനത്തിലൂടെ, മെത്ത ഭാവനയിലൂടെ, മെത്ത പരിശീലിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ നന്മയെ പരിശീലിച്ചുകൊണ്ട്,
നിങ്ങളുടെ യാത്രയിൽ ഉടനീളം ഏകാഗ്രമായി അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ 100% ഞാൻ ഉറപ്പു തരുന്നു, ആ യാത്രയുടെ കൂടെ ആൾക്കാർ ചേർന്നിരിക്കും. 100% അദ്ദേഹം ഉറപ്പു തരുന്നു. നിങ്ങൾ യാത്ര നയിക്കുകയാണെങ്കിൽ ആ യാത്രയുടെ കൂടെ അത് കണ്ട് അതിനോടൊപ്പം ഒരാളെങ്കിലും ചേർന്നിരിക്കും എന്ന് പറയും. അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കും. നിങ്ങളുടെ കർമ്മയുടെ, നിങ്ങളുടെ മെത്തഭാവനയുടെ ഫ്രീക്വൻസി അത് വൈബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ആവശ്യപ്പെടുന്ന പാത്രത്തിലേക്ക് അത് ചെന്ന് വീഴും. ആ തുറന്ന പാത്രത്തിലേക്ക് അത് വീഴും. അങ്ങനെ അവർ നിങ്ങളോടൊപ്പം ചേരും. അതിന്റെ തെളിവും നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. 100% അത് സംഭവിച്ചിരിക്കുന്നു. ഇതാണ് ധർമ്മം, ഇത് സത്യമാണ്. ഈ സത്യമായ മാർഗത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ പ്രബുദ്ധ ഭാരത് സംഘ് പ്രവർത്തിക്കുന്നത്. പ്രബുദ്ധ ഭാരത് സംഘിന്റെ ധർമാചാര്യ സൂചിപ്പിച്ചു, 2015 ധമ്മ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ചെറുപ്പക്കാർ, ബാലകൃഷ്ണൻ ചാമക്കൊച്ചിയും CJ കൃഷ്ണനും, അവർ കേരളത്തിലെമ്പാടും സഞ്ചരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് ശരിയായ ധമ്മത്തെ കാണിച്ചു തരാമെന്നുള്ള വാക്കാണ് തന്നത്. അതവർ പാലിച്ചു. അതിന്റെ ഭാഗമായി അവര് അന്ന് അതിനുവേണ്ടി അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇന്ന് ഞങ്ങൾ വളരെ മനഃശാന്തിയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും എങ്ങനെ അതിജീവിക്കാൻ കഴിയും, അത് കഴിയുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സമൂഹമായിട്ട് ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ധമ്മവിശ്വാസികൾ. അതിന് യാതൊരു സംശയവുമില്ല. സാറിനോട് ചോദിച്ചു എത്ര നാളെടുക്കും നമ്മൾക്ക് വലിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ? കൂടുതൽ നാൾ വേണ്ട സാർ. ഒരു 10 വർഷത്തിനകം കേരളത്തിൽ മറ്റൊരു മാറ്റം ഞങ്ങൾ കാണിച്ചു തന്നിരിക്കും. ഇത് പ്രബുദ്ധ ഭാരത് സംഘ് നൽകുന്ന വാക്കാണ് സാർ. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല. ഈ ധമ്മപദയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമോ ബുദ്ധായ.